നമ്മൾ ഈ ബയോസൈക്കോ സോഷ്യൽ മോഡലിൻ്റെ അടിസ്ഥാനത്തിൽ വിഷാദ രോഗത്തിനെ നമുക്കൊന്ന് വിലയിരുത്താം. ആധുനിക ശാസ്ത്രം ഏതൊരു അസുഖത്തെയും പോലെ വിഷാദ രോഗത്തെയും വിലയിരുത്തുന്നത് ഈ ബയോസൈക്കോ സോഷ്യൽ മോഡൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ആധുനിക കാലത്ത് ഒരുപാട് പഠനങ്ങൾ നടന്നതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ തെളിയുന്നത് വിഷാദരോഗം പോലെയുള്ള അവസ്ഥകൾക്ക് പാരമ്പര്യം അല്ലെങ്കിൽ ജനിതകമായ ഒരു അടിസ്ഥാനമുണ്ട്. ഏതൊരു രോഗത്തിനും ജനിതകമായ അടിസ്ഥാനമുണ്ട്. പ്രമേഹമാണെങ്കിലും ക്യാൻസർ ആണെങ്കിലും ചിത്തഭ്രമമാണെങ്കിലും മറവി രോഗമാണെങ്കിലും അതുപോലെ വിഷാദത്തിനും ഒരു ജനിതകമായ അടിസ്ഥാനമുണ്ട്. എന്ന് വിചാരിച്ച് വിഷാദരോഗമുള്ളൊരു വ്യക്തിയുടെ കുട്ടികളെല്ലാവരും വിഷാദരോഗികളായി പോകുന്നൊന്നും ധരിക്കരുത്. ഇപ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക് വിഷാദരോഗം വരാൻ 10% സാധ്യതയെങ്കിൽ കുടുംബത്തിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ സാധ്യത ചിലപ്പോൾ ഒന്ന് 20% ആയേക്കുമെന്ന് മാത്രം. പക്ഷെ എന്നാലും 80% രോഗസാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ നല്ല വശം. ഇതിനോടൊപ്പം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ജൈവികമായ കാരണം വിഷാദരോഗബാധിതരായ വ്യക്തികളുടെ പലരുടെയും തലച്ചോറിൽ ചില രാസവസ്തുക്കളുടെ അളവിൽ വ്യതിയാനങ്ങളുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ, ഡോപ്പമിൻ എന്ന 3 തരം രാസവസ്തുക്കളുടെയും അളവിൽ ചില വ്യതിയാനങ്ങൾ വിഷാദരോഗബാധിതരായ വ്യക്തികളുടെ തലച്ചോറിൽ സാധാരണയായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ രാസവസ്തുക്കളുടെ അളവിലെ വ്യതിയാനവുമായിട്ട് ഈ രോഗാവസ്ഥകൾക്ക് അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾക്ക് ചില ബന്ധമുണ്ട് എന്നും ചില നിരീക്ഷണങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ഉദാഹരണത്തിന് സെറട്ടോണിൻ എന്ന രാസവസ്തു കുറഞ്ഞ് ഇരിക്കുന്ന ആളുകൾക്ക് സങ്കടഭാവം അല്ലെങ്കിൽ ഒരു വിഷാദഭാവം, സദാസമയം മനസ്സിലൊരു വിഷമം തോന്നുന്ന ഒരു സ്ഥിതിവിശേഷം കണ്ടേക്കും. അതേപോലെ ഈ സെറട്ടോണിൻ കുറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ സെറട്ടോണിൻ കുറയുമ്പോൾ നിരാശ, പ്രതീക്ഷയില്ലായ്മ, ജീവിതം നേരെയാകില്ല എന്നുള്ളൊരു തോന്നൽ, താൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ, താനൊരു ഉപയോഗശൂന്യനായി മാറി എന്നുള്ള തോന്നൽ, അതുപോലെ വളരെയധികം സെറട്ടോണിൻ കുറയുമ്പോഴേക്ക് ആത്മഹത്യാ പ്രവണത, മരിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹം, ഇത്തരം ലക്ഷണങ്ങൾ കണ്ടിരുന്നു. ഇനി നോറെപ്പിനെഫ്രിൻ എന്ന രാസവസ്തു കുറയുമ്പോൾ ക്ഷീണം, അവശത, കെൽപ്പില്ലായ്മ, താല്പര്യമില്ലായ്മ, അതേപോലെ ശരീരത്തിൻ്റെ പല ഭാഗത്ത് വേദന, പെരുപ്പ്, തരിപ്പ്, മരവിപ്പ്, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രകടമാവുന്നു. ഇനി ഡോപ്പമിൻ എന്ന രാസവസ്തു, നമ്മുടെ നെറ്റിയുടെ പുറകിലുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിലെ ഡോപ്പമിൻ കുറയുമ്പോൾ ശ്രദ്ധക്കുറവ്, ഒന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല, അത്തരത്തിലുള്ള അവസ്ഥകൾ. അപ്പോൾ ഇതൊക്കെ വിഷാദത്തിൻ്റെ വ്യത്യസ്ത ലക്ഷണങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ ഓരോ ലക്ഷണങ്ങളും ഓരോ രാസവസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇതിനിടയിൽ തലച്ചോറിൻ്റെ ഒരു ഘടനയെക്കുറിച്ച് ഒരു വാക്ക് ഒന്ന് പറയുകയാണ്. മറ്റേത് ശരീരത്തിലെ അവയവത്തിലെയും പോലെ തലച്ചോറിലും കോശങ്ങളുണ്ട്. മസ്തിഷ്ക കോശങ്ങൾ 10ാം ക്ലാസ്സിലെ ബയോളജി പാഠപുസ്തകങ്ങളൊക്കെ ഓർത്താൽ നമുക്കറിയാം, 2 മസ്തിഷ്ക കോശങ്ങൾ തമ്മിലൊരു ഇടവേളയുണ്ട്, സിനാപ്സ് എന്ന് പറയും. ആ ഇടവേളയിലാണ് ചില രാസവസ്തുക്കൾ നിലനിൽക്കുന്നത്. അവയെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ നാഡീ സംപ്രേക്ഷണികൾ എന്ന് പറയും. ഈ രാസവസ്തുക്കളുടെ സഹായത്തോടെയാണ് നമ്മളുടെ ചിന്തകളും ഓർമ്മകളും വികാരങ്ങളും സംവേദനങ്ങളുമൊക്കെ വൈദ്യുതി തരംഗങ്ങളുടെ രൂപത്തിൽ ഒരു മസ്തിഷ്ക കോശത്തിൽ നിന്ന് മറ്റൊരു മസ്തിഷ്ക കോശത്തിലേക്ക് പ്രസരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന കാര്യം. അപ്പോൾ ഈ നാഡീ സംപ്രേഷണികളുടെ അളവിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ തെറ്റായ വൈദ്യുതി തരംഗങ്ങൾ ഒരു കോശത്തിൽ നിന്ന് മറ്റൊരു കോശത്തിലേക്ക് പ്രസരിക്കും. അതായത് ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും തനിക്ക് ആരുമില്ല എന്ന ഒരു തെറ്റായ ചിന്ത, ഒരു ഫോൾട്ടി തോട്ട് പ്രോസസ്സ് ഒരു മസ്തിഷ്ക കോശത്തിൽ നിന്ന് മറ്റൊരു മസ്തിഷ്ക കോശത്തിലേക്ക് പ്രസരിച്ചെന്നിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ജൈവിക അടിസ്ഥാനം. വിഷാദത്തിന് മറ്റു ചില ജൈവിക കാരണങ്ങൾ കൂടെ ഉണ്ട്. ശരീരത്തിലുള്ള ചില ഹോർമോണുകളുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ശരീരത്തിലെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് കൂടുന്ന സമയത്ത് വിഷാദത്തിൻ്റെ അവസ്ഥകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള വിവിധമായ ജൈവിക വശങ്ങൾ വിഷാദത്തിൻ്റെ പുറകിലുണ്ട്.